അർച്ചന മിസ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ജോഗ്രഫി തുടങ്ങിയ സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന അർച്ചന മിസ്സേ, എങ്ങനെയാണ് ഈ ഒരു ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയകളിലൊന്നും അല്ലേ? നമ്മൾ പൊതുവേ കുറേ ഫാക്റ്റ് പഠിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത ഉണ്ട്. പക്ഷേ 10 മാർക്ക്, അതുപോലെ തന്നെ ജോഗ്രഫി 5 മാർക്കൊക്കെ വരുന്ന ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റുകളാണ്. എന്താ അവിടെ നടക്കുന്നത്? ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ അറിവിൽ മുക്കാൽ പേരോളം സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. കാരണം കുട്ടികൾ രണ്ട് തരം ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യുക. ഒന്ന്, ഇത് ഫാക്ച്വൽ ആണ്, എത്രത്തോളം ഓർത്ത് വെക്കും. രണ്ട്, ഇപ്പം വരുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡിലും ഫാക്ച്വൽ കയറി വന്നു. അപ്പം ഇതെങ്ങനെയാണ് എന്ന് ഇപ്പം പല കുട്ടികളോടും സംസാരിക്കുമ്പം മിസ് ഇത് എങ്ങനെയാ പഠിക്കുക എന്നുള്ളൊരു ക്വറി നമ്മളിലേക്ക് എത്തിക്കാറുണ്ട്. ഞാൻ ക്ലാസ്സിൽ കയറി ചെന്ന് കുട്ടികളോട് കഥകൾ പറയും. ഇപ്പം കൾച്ചർ എടുക്കുകയാണെങ്കിലും ആർട്ട് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, രാജാ രവിവർമ്മ പെയിന്റിംഗ്. നമ്മൾ അനന്തപത്രം ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൽ പിണക്കമാണോ എന്നോട് ഇണക്കമാണോ, അതിൽ കാവ്യമാധവൻ ആ നിൽക്കുന്നത് ഒരു രാജാ രവിവർമ്മ പെയിന്റിംഗ് ആണ്. പിന്നെ യൂട്യൂബേഴ്സ് വെച്ചിട്ട് ഞാൻ ക്ലാസ്സുകളിൽ പറയും, ഇനി സ്പോർട്സ് എടുക്കുക. സ്പോർട്സ് എടുക്കുമ്പോഴും ഇന്ന സ്ഥലത്ത് ഇന്നത് നടന്നു, അല്ലെങ്കിൽ 2024 ഒളിമ്പിക്സ് പാരീസിലാണ് നടന്നത്, അങ്ങനെയല്ല പറയാം. നമ്മൾ തുടക്കം തൊട്ടേ ഹിസ്റ്ററിയിലെ കഥകളൊക്കെ പറഞ്ഞ് ഓരോ വർഷവും ഓരോ എടുത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതിയെ കഥകളിലൂടെയും കൂടുകളിലൂടെയും എങ്ങനെ ഓർത്തു വെക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിൽ വന്ന് ഫാക്ട്സ് മാത്രം പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഫാക്ട് ബൈ ഹാർട്ട് ചെയ്യാതെയും ആർട്സ് സ്പോർട്സ് പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്, നമ്മൾ ചുറ്റും കാണുന്ന പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആർട്സ്, സ്പോർട്സ്, കൾച്ചറിൽ കാണാനുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാ സിലബസിലും ഉണ്ട്. പിന്നെ എല്ലാ സബ്ജക്റ്റുകളിലും കണ്ടുവരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈസിയാണ്. ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ക്ലാസ്സുകളിലൂടെ നമുക്ക് നന്നായി തന്നെ പഠിക്കാൻ പറ്റും. ഫാക്ട് മാത്രമല്ല, കൺസെപ്റ്റും കഥകളിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം.